നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ ഒരുങ്ങി പി വി അൻവർ. സാധാരണ ജനങ്ങൾ മത്സരിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെന്നും ആലോചിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നും അൻവർ. UDF മുന്നണി പ്രവേശനം ഉണ്ടാകില്ലെന്ന് ഉറപ്പായതോടെയാണ് മനംമാറ്റം. UDF പ്രവേശനത്തിൽ തെരഞ്ഞെടുപ്പ് തീരുന്നതുവരെ ഇനി ചർച്ചയ്ക്കില്ലെന്നും പി വി അൻവർ വ്യക്തമാക്കി. അഹങ്കാരത്തിന് കയ്യും കാലും വെക്കുക എന്ന് പറയും നമ്മൾ പണ്ടത്തെ ആളുകൾ. ഒരൊറ്റ വ്യക്തിയാണ്, അല്ലാതെ UDFന്റെ ഒരു നേതാക്കന്മാർക്കും ഇതിലില്ല. ഈ ഒരു ഘട്ടത്തിൽ UDFിലേക്ക് ഞാനില്ല. ഇനി എന്നെ ദയവായിട്ട് ഒരു നേതാക്കന്മാരും വിളിക്കരുത്. ഞാൻ മത്സരിക്കുന്നതാണ് അവൾക്ക് പേടി. ഞാൻ മത്സരിക്കുന്നില്ല. എനിക്ക് മത്സരിക്കാൻ ആഗ്രഹമുണ്ട്, ശേഷിയില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണ ചെലവ് വഹിക്കാൻ ശേഷിയില്ലാത്തതിനാൽ താൻ മത്സരിക്കില്ലെന്നായിരുന്നു പി വി അൻവർ ഇന്ന് രാവിലെ പറഞ്ഞത്. VD സതീശൻ നേതൃത്വം നൽകുന്ന UDFുമായി സഹകരിക്കാനില്ലെന്നും അൻവർ തുറന്നടിച്ചു. ഇതിന് പിന്നാലെ നടന്ന ചില കൂടിക്കാഴ്ചകൾക്ക് ശേഷമാണ് പി വി അൻവർ മത്സരിച്ചേക്കുമെന്ന സൂചന നൽകുന്നത്. മത്സരിക്കുന്നില്ല, എന്തുകൊണ്ടാണ് മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞത്? എനിക്ക് ആളില്ലാത്തതുകൊണ്ടല്ലേ, പൈസ ഇല്ലാത്തതുകൊണ്ടല്ലേ. ഇപ്പോൾ ആളുകൾ പൈസയായിട്ട് വരുന്നു. പൈസയും വേണ്ടെങ്കിൽ നോമിനേഷൻ കൊടുത്താൽ മതി. ഈ വാർഡ് ഞങ്ങൾ നോക്കിക്കോളാം, അപ്പുറത്ത് ഞങ്ങൾ നോക്കാമെന്ന് പറയുമ്പോൾ ഒന്നും പറ്റില്ല, അറിയാൻ പറ്റുമോ? അപ്പോൾ ഞാൻ നോക്കട്ടെ, 1-2 ദിവസം ഉണ്ടല്ലോ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് തീരുന്നതുവരെ ഇനി UDF സഹകരണവുമായി ചർച്ചയ്ക്കില്ലെന്നും അൻവർ പറഞ്ഞു. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം UDF പ്രവേശന ശ്രമം തുടരുമെന്നും പറയാതെ പറയുന്നു പി വി അൻവർ. പി വി അൻവർ മത്സരിച്ചാൽ UDFന്റെ വിജയസാധ്യതയെ ബാധിക്കുമെന്നാണ് TMC കണക്കുകൂട്ടൽ. പി വി അൻവറിനെ കൂടെ കൂട്ടിയാൽ നിലമ്പൂർ അടക്കം മറ്റു ചില മണ്ഡലങ്ങളിലും ഗുണമുണ്ടാകുമെന്ന് വന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷവും UDF പ്രവേശന സാധ്യതകൾ തുറക്കുമെന്നും TMC കണക്കുകൂട്ടുന്നുണ്ട്. ഷബീർ ഒമർ, ടീം മീഡിയ 1, നിലമ്പൂർ.